അങ്ങനെ ഇന്ന് റിലീസായ തേരെ ഇഷ്ടിമ എന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി. ധനുഷ്, കൃതി സനോനാണ് മെയിൻ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. റാഞ്ചന എന്ന സിനിമയുടെ മേക്കേഴ്സ് ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രധാന USP ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. റാഞ്ചന എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടു. എനിക്ക് അന്നേരം നല്ല രീതിയിൽ വർക്കായതാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷനൊക്കെ നല്ല രീതിയിൽ ഇമോഷണലി ഭയങ്കര ടച്ചായി. പിന്നീട് പലപ്പോഴും ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കാണുമ്പോഴത്തേക്കും ശരിയാണ്, അങ്ങനെ ഒരു നല്ല രീതിയിൽ എനിക്ക് വർക്കായ ഒരു സിനിമയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും സിനിമയിലെ സ്റ്റോക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആണ് ശരിക്കും നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല ഈ ഒരു ബിഹേവിയറിനെ എന്താ പറയുക ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ഇന്നത്തെ കാലത്ത് കാലഘട്ടം മാറി, നമ്മുടെ വീണ്ടും പെർസ്പെക്റ്റീവുകൾ കൂടുതൽ മാറി, ആ പഴയ സിനിമകളിലേക്ക് വിമർശിക്കുന്ന ഒരു കാലഘട്ടം വന്നു. ഇന്ന് പല സിനിമകളിലും ഒക്കെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമ, ഇപ്പോൾ റാഞ്ചന എന്ന സിനിമയിൽ തന്നെ ഒരു സ്മോൾ ടൗൺ ബോയ് ബോളിവുഡ് സിനിമകൾ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആ ഒരു സിനിമയിൽ, കാരണം ആ സിനിമയിൽ വ്യക്തമായ റെഫറൻസുകളുണ്ട്. കാരണം പുള്ളി സഞ്ജയത്തിന്റെ സിനിമ കണ്ടിട്ട് സഞ്ജു എന്നൊക്കെ വിളിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ആ ഒരു സിനിമയിലുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ പോലെ പറയാമായിരിക്കാം. പക്ഷേ ഈ ഒരു സിനിമയിൽ എത്തുമ്പോഴത്തേക്കും റാഞ്ചന പ്രോ മാക്സ് അല്ലെങ്കിൽ ഭയങ്കര അപ്ഗ്രേഡഡ് വെർഷനായിട്ട്, പക്ഷേ ഒരു ക്രിഞ്ച് വെർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരിടത്ത് പോലും എനിക്ക് വ്യക്തിപരമായിട്ട് എന്നെ ഇമോഷണലി കണക്ട് ആക്കുന്നതോ അല്ലെങ്കിൽ സിനിമയിൽ ഉൾക്കൊള്ളിക്കുന്നത് ചെറിയൊരു പോർഷൻ മാത്രം റാഞ്ചന സിനിമയുടെ തന്നെ റെഫറൻസ് വരുന്നുണ്ട്. റെഫറൻസ് ക്യാരക്ടർ ഈ സിനിമയ്ക്ക് അത് വരുന്നുണ്ട്. ആ സമയത്ത് വന്നു പോകുന്ന BGM ഒക്കെ നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ഒരു നൊസ്റ്റാൾജിക് വൈബ് അടിക്കുന്നുണ്ടെങ്കിലും ആ ഒരു രംഗത്തിൽ പോലും ക്രിഞ്ച് ഡയലോഗുകൾ കുത്തിക്കേറ്റിട്ടുണ്ട്. ഈ സിനിമ വേണമെങ്കിൽ, ഈ സിനിമ ഇഷ്ടപ്പെട്ടവർ ധാരാളം പേർക്ക് ഇഷ്ടപ്പെടാം. വ്യത്യസ്ത ചിന്താഗതിക്കാരാണ് നമ്മുടെ മനുഷ്യരെല്ലാവരും. വ്യത്യസ്ത പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും എല്ലാവർക്കും ഉള്ളത്. ഈ ഒരു സിനിമ നമുക്കിനി ജസ്റ്റിഫിക്കേഷനായിട്ട് പലരും തരാനുള്ളൊരു ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിപ്പിക്കൽ ദില്ലി കാ ലൗണ്ട എന്നുള്ള ഒരു രീതിയിലാണ് ധനുഷിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു സിനിമയിൽ. ഡൽഹി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളാവാറുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഈവ്ടീസിങ്ങിനും കമൻ്റ് അടിക്കും, ഹരാസ്മെന്റ് പോലത്തെ കാര്യങ്ങൾക്കെല്ലാം വിധേയമാകുന്ന ഏറ്റവും കൂടുതലുള്ളത് ദില്ലിയിലാണ്. കാരണം അവിടെ ഈ ഒരു ബിഹേവിയർ എല്ലാം ഭയങ്കര നോർമലൈസ് ചെയ്തിട്ടാണ് ആൾക്കാർ പറയാറുള്ളത്. പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും മുംബൈ പോലുള്ള സിറ്റികൾ വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ എത്രത്തോളം സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നു, ഞങ്ങളിവിടെ തുറച്ചു നോക്കാൻ ആരുമില്ല, ഞങ്ങളെ പിന്തുടരാൻ ആരുമില്ല, ഞങ്ങളെ കമന്റ് അടിക്കാൻ ആരുമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ധാരാളം വാദപ്രതിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് പറയാം ഓക്കെ. കാരണം ഈ ഒരു സിനിമ തേരെ ഇഷ്ടിമയിൽ എത്തുമ്പോഴത്തേക്കും ഇതിലെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു വയലന്റ് ബിഹേവിയർ കൊണ്ട് നടക്കുന്നു, അത് മഹത്തരമായി കണക്കാക്കുന്നു. അതിനുശേഷം അതിനെ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു സിനിമയിലുടനീളം. അതിനെ പൊക്കി കാണിക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രേമത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു പെൺകുട്ടിയുടെ അതായത് ഇല്ല എന്നുള്ള രീതിയിൽ ഒരു സിഗ്നൽ കിട്ടി കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ പിന്നാലെ നടന്ന് വയലന്റ് ആയിട്ട് പെരുമാറുക. ഈ ഒരു കാര്യങ്ങളൊക്കെ പിന്നീട് ഈ ഒരു സിനിമയുടെ മറ്റൊരു കഥാപാത്രം തന്നെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്തുള്ള ഡയലോഗുകളാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ മോശം കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സംഭാഷണങ്ങൾ തന്നെയാണ്. പല കാര്യങ്ങളും ഫാൻറ്റസൈസ് ചെയ്തിട്ട് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫാൻറ്റസൈസ് ചെയ്തിട്ട് ഈ സിനിമയ്ക്കകത്ത് എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമ എങ്ങനെ കൃതി സനൻ പോലുള്ള ഒരു ആക്ട്രസ് എങ്ങനെ ആ ഒരു ഡയലോഗുകൾ പോലും പറയാൻ തയ്യാറായി, എങ്ങനെയൊക്കെ അത് ഡബ് ചെയ്തെന്ന് പോലും എനിക്കറിയില്ല. കാരണം അത്രത്തോളം നമുക്ക് എന്താ പറയുക മാനസികമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയാത്ത പോയിന്റുകളാണ് ഈ ഒരു സിനിമയിൽ ഉടനീളമുള്ളത്. അപ്പം തീർച്ചയായിട്ടും എന്നെ ഈ ഒരു സിനിമ നിരാശപ്പെടുത്തുകയായിരുന്നു. നിരാശപ്പെടുത്തലിൻ്റെ അനുഭവങ്ങളായിരുന്നു. ക്രിഞ്ച് ഡയലോഗുകളുടെ ഒരു ആറാട്ടാണ് ഈ ഒരു സിനിമ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്നെ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ എന്നെ ഏറ്റവും കൂടുതൽ മടുപ്പിച്ച, അല്ലെങ്കിൽ എന്താ പറയുക അസഹനീയമായ ഒരു എക്സ്പീരിയൻസ് വന്ന ഒരു സിനിമ കങ്കു എന്നൊരു സിനിമയായിരുന്നു. പക്ഷേ ആ ഒരു സിനിമയ്ക്ക് പോലും നമുക്കൊരു വ്യക്തമായ ഒരു പ്ലോട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അത് എടുത്ത് എക്സിക്യൂട്ട് ചെയ്ത രീതി പാളിപ്പോയി. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പല സംഭാഷണങ്ങളും കാര്യങ്ങളും, ഭയങ്കര ലൗഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. ഇങ്ങനെ പല കാര്യങ്ങളുകൊണ്ടാണ് മടുപ്പുളവാക്കിയത്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കണ്ടു എത്രത്തോളം നമുക്കൊരു അസഹനീയമായ എക്സ്പീരിയൻസ് ഒന്നും അതിനേക്കാൾ ഒരു 5 മടങ്ങ് കൂടുതൽ എനിക്ക് തലതല്ലി പൊളിക്കാനാണ് തോന്നിയത് തിയേറ്ററിനകത്തിരുന്നത്. അത്രയ്ക്കും അസഹനീയം. എനിക്ക് സിനിമയെക്കുറിച്ച് 3 പോയിന്റുകളാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്. അസഹനീയം, അമാനുഷികം, പിന്നെന്തൊരു പോയിന്റുകളുണ്ട് ഞാൻ മറന്നേ, അരാജകത്വം. ശരിയാണ്, അരാജകത്വപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഈ ഡയലോഗുകൾ എഴുതി വെച്ചിട്ടുണ്ട്.
ഭയങ്കര ഒരു 100% ഡിസപ്പോയിന്റിങ് ആണ്. പക്ഷെ റാഞ്ചനയാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അതുപോലെ ഒത്തിരി സിനിമ പലരും വന്നിട്ട് റാഞ്ചന ഇന്നും കുറ്റം പറയുന്നുണ്ട്. ശരിയാണ്, ആ സിനിമ നമ്മൾ ഇന്നത്തെ കാലത്ത് ആ സിനിമ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നൈസായിട്ട് മിസ്സായി പോകുന്ന കുറേ സിനിമകളുണ്ട്. അതിൽ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് അല്ലു അർജുൻ്റെ ആര്യ. ഇന്നും ആൾക്കാർ വാഴ്ത്തപ്പെടുന്നതാണ്. പക്ഷെ നമ്മൾ ആ ഒരു സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു പെട്ടിയുടെ പിറകെ വീണ്ടും നടക്കുക എന്നുള്ളത് തന്നെയാണ്. ആര്യ 2-ലും മാനിപ്പുലേഷനും ഈ ഒരു കാര്യങ്ങളും തന്നെയാണ് ചെയ്യുന്നത് ആ ഒരു സിനിമ. പക്ഷേ ഈ സിനിമകൾ നൈസായിട്ട് എസ്കേപ്പ് ആവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാധവന്റെ കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസിന്റെ വയസ്സിലല്ല, ആ ഒരു കാലഘട്ടത്തിൽ എന്നും ഉയർത്തി കാണിക്കുന്ന ഒരു സിനിമയാണ് മിന്നലെ. അതുപോലെ തന്നെ ഹിന്ദിയിൽ അത് രഹ്നായ തെരുദിൽമേ എന്ന് വന്നിട്ടുണ്ട്. ഇന്നും ആ സിനിമകൾ റിലീസ് ചെയ്യപ്പെടുന്നത്, ആഘോഷിക്കപ്പെടുന്നത്. ആ സിനിമയിൽ ഇതൊക്കെ തന്നെയാണ് വേറൊരു രീതിയിൽ ആൾമാറാട്ടം നടത്തിയ ഒരു പെൺകുട്ടിയുടെ പറയുക പോകും. അതൊക്കെ ചീറ്റിംഗ് എന്നുള്ളത് തന്നെയാണ്. അപ്പം പറഞ്ഞു വന്നപ്പോഴും റാഞ്ചനെ മാത്രം കുറ്റപ്പെടുത്തുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് സൗകര്യപൂർവ്വം മിസ്സാക്കുന്ന കുറേ ക്ലാസിക് സിനിമകളാണിത്. ഇന്ത്യൻ സിനിമകളിൽ മാത്രമല്ല, വിദേശ സിനിമകളിൽ ഈ ഒരു പ്രമേയം വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്തായാലും ഔട്ട്ഡേറ്റഡായി. സിനിമ 100% നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു. ഇതിൻ്റെ ഡയലോഗുകളെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് ഇന്നത്തെ ഏതെങ്കിലും ജനറേഷനിലുള്ള ആൾക്കാർ പിന്നെ ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. സെൻസർ ബോർഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ സെൻസർ ബോർഡ് എന്താ പറയുക, നമ്മുടെ ഇപ്പം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുമ്പോഴത്തേക്കും സിനിമ തുടങ്ങുമ്പോഴത്തേക്കും മറ്റേ സിഗരറ്റ് വലി ഇത് അല്ലെങ്കിൽ സിനിമയുടെ പോർഷൻസിലൊക്കെ അവർ എഴുതി കാണിക്കുന്നുണ്ട്. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിക്കുക, ഇതൊക്കെ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത് സെൻസർ ബോർഡ് നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ആംഡ് ഫോഴ്സ് അല്ലെങ്കിൽ മറ്റു ഫോഴ്സ്, നേവി, എയർഫോഴ്സ് ഒക്കെ അവരെ പരാമർശിക്കുന്ന സീനുകളിലെങ്കിലും ചില ക്രിഞ്ച് ഡയലോഗ്സുകൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിട്ട് തോന്നി. ആകെ മൊത്തം ഇന്നത്തെ ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ടിപ്പോൾ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് കടന്നിരിക്കുകയാണ്. അത്രയും ഒരു 3 മണിക്കൂർ ഞാൻ ഇന്ന് രാവിലെ കിടന്ന് എക്സ്ട്രാ ഉറങ്ങിയിരുന്നെങ്കിൽ അവർ ഉറങ്ങിയതിൻ്റെ ഒരു സുഖമെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നു, നല്ല സ്വപ്നമെങ്കിലും കാണുമായിരുന്നു ആ ഒരു സമയത്ത്. അത്രയെങ്കിലും ഒരു ആശ്വാസം കിട്ടുമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഒട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമയായിപ്പോയി തെരെ ഇഷ്കിനെ. ഇതിൻ്റെ ഇടയിൽ കൂടെ അവർ വാരാണസിയും അതിൻ്റെ ഇടയിൽ കൂടെ ശിവഭഗവാനെയൊക്കെ കയറ്റി ഉള്ള ക്രിഞ്ച് ഡയലോഗ്സ് ഉണ്ട്. അത് ശിവഭഗവാൻ കേട്ട് കഴിഞ്ഞാൽ പുള്ളി പോലും എന്തോന്നാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പുള്ളി പോലും ചോദിച്ചു. അമ്മാതിരി ക്രിഞ്ചാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഒരു സിനിമയെക്കുറിച്ച്.